മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് MLA സച്ചിൻ ദേവും KSRTCയുടെ വാഹനം തിരുവനന്തപുരത്ത് തടഞ്ഞു നിർത്തി. ആ വാഹനം തടഞ്ഞു നിർത്താൻ അധികാരമില്ലാത്ത മേയറും അധികാരമില്ലാത്ത MLAയുമാണ് KSRTC തൃശ്ശൂരിൽ നിന്ന് വാഹനം വന്ന ബസ് തടഞ്ഞു നിർത്തിയത്. എന്താ കാരണം എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ രണ്ടുപേരും പറയുന്ന വെച്ച് നോക്കുമ്പോൾ KSRTC ബസ് ഓവർ സ്പീഡിൽ പോന്നു, ഇവരെ കാറ് കയറ്റി വിട്ടില്ല എന്നാണ്. അവർ റോങ് സൈഡിൽ കൂടെ KSRTC ബസ്സിൻ്റെ ഇടതുവശത്തൂടെ ചേർന്ന് ആ സീബ്ര ലൈനിൽ കാറിട്ട് KSRTC ബസ് ഇന്നലെ പാളയത്ത് സ്റ്റോപ്പ് ചെയ്തു. അത് വലിയ വിവാദമായി, നാട്ടുകാരിടപെട്ടു. അവര് പിന്നിൽ നിന്ന് വന്ന അവരെ KSRTC ഡ്രൈവർ ഏതോ മോശമായ ആംഗ്യം കാണിച്ചു എന്നൊരാരോപണം പറഞ്ഞു. അതത്ര വില പോവില്ല. പിന്നിൽ നിന്ന് വരുന്ന കാറാണ്, അത് മേയറാണ് വരുന്നതെന്ന് ഇയാൾക്കറിയില്ല. ഇയാൾക്ക് ഗ്ലാസ്സിൽ കൂടെ നോക്കിയെങ്കിൽ മാത്രമേ ആ ദൃശ്യം കാണാൻ ഒക്കുള്ളൂ. എന്തായാലും വാഹനം തടഞ്ഞു മേയറും ഭർത്താവും കൂടെ. പോലീസിനെ വിളിച്ചു വരുത്തി KSRTC ഡ്രൈവറെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ 12 മണിക്കൂർ നിർത്തിയെന്നാണ് പറയുന്നത്. അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. ഇല്ല, മദ്യപിച്ചിട്ടില്ല. അയാളുടെ പൂർവ്വചരിത്രങ്ങളൊക്കെ വിളമ്പുന്ന കണ്ടു. പൂർവ്വചരിത്രങ്ങളെ വിളമ്പുമ്പം കേസുണ്ടോ ഇല്ലയോ എന്നാണ് കൂടുതലും നോക്കുന്നത്. അയാൾക്ക് ഒരു കേസുണ്ടായിരുന്ന ആ കേസ് വെറുതെ വിട്ടുപോയി. അതുപോലെ തന്നെ മേയർക്കും MLAയ്ക്കും എതിരായിട്ട് ധാരാളം കേസുകളുണ്ട്. രാഷ്ട്രീയപരമായ കേസെന്ന് പറയും, എങ്കിലും സമാന രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻ, തടസ്സം, കല്ലേറ്, ബഹളം ഇങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തായാലും നിയമപരമായിട്ട് നോക്കുമ്പോൾ മേയർക്ക് KSRTC ബസ് തടയാനുള്ള അധികാരമില്ല, MLAയ്ക്കും ഇല്ല. ബസ് തടഞ്ഞ് ബസ്സിനുള്ളിരുന്നവരെ MLA ഇറക്കി വിട്ടെന്നാണ് പറയുന്നത്. അതിനും അധികാരമില്ല. അവർക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അധികാരം ആർക്കും, ഒരു MLAയ്ക്കോ ഒരു മന്ത്രിക്കോ അതുപോലെ ഒരു മേയർക്കോ അല്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ ഇല്ല. നിയമപരമായി പോലീസാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് അതിന് അധികാരമുള്ളൂ. ഇവിടെ ട്രാഫിക് ഒഫൻസ് നടന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ KSRTC ബസ് യാത്രക്കാരുമായിട്ട് പോയപ്പം തടഞ്ഞിരിക്കുന്നു, കുറ്റകരം തന്നെയാണ്. ഒരു പബ്ലിക് തടഞ്ഞിരുന്നെങ്കിൽ അയാൾ എപ്പോഴകത്തായെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ആ ബസ് തടഞ്ഞ ഒരു മേയറും ഒരു MLAയുമാണ്. യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടു. ഇനി വാഹനം ഓടൂല, ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് MLA പറഞ്ഞെന്നാണ് പറയുന്നത്. മേയറുടെ ഒരു പരാതി വാങ്ങിച്ച് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. എന്തുകൊണ്ട് ഡ്രൈവറുടെ പരാതി വാങ്ങിച്ച് കേസെടുത്തില്ല? ഡ്രൈവർ ഡെയിലി വേജസ് ആണെങ്കിലും ഏതോ ഒരു സർക്കാർ ജീവനക്കാരനാണ്. സർക്കാർ വാഹനം ഓടിച്ച് തൃശ്ശൂരിൽ നിന്ന് റിസർവ് ചെയ്ത യാത്രക്കാരെ കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതാണ്. അവരുടെ ഡെസ്റ്റിനേഷനിൽ അത് ഇറക്കി വിടാൻ കഴിഞ്ഞില്ല. വഴിയിൽ തടഞ്ഞു നിർത്തി, മേയറും MLAയും തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കി വിട്ടു. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അത് മേയറും MLAയും കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ KSRTC കൊടുക്കേണ്ടി വരും. ഡ്രൈവറെ നടപടി ശരിയായില്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയപ്പം ഡ്രൈവറെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടാൻ ഏതായാലും മന്ത്രി ശ്രമിച്ചില്ല. അതേപ്പറ്റി അറിയട്ടെ, വിവരങ്ങൾ അറിയട്ടെ എന്ന് മന്ത്രി സ്റ്റാൻഡ് എടുത്തു. കൃത്യമായ നിലപാടാണ് എന്ന് പറയേണ്ടി വരും. KSRTCയിലെ വിജിലൻസുകാരെ കൊണ്ട് അന്വേഷിപ്പിച്ചു. MDR റിപ്പോർട്ട് മന്ത്രിക്ക് കൊടുക്കണം. ഇതിനെ സംബന്ധിച്ച് യദു എന്ന ഡ്രൈവറുടെ മൊഴി പകർത്തി ഒരു കേസെടുക്കേണ്ടതായിരുന്നു. മേയറായാലും ശരി, മന്ത്രി ആയാലും ശരി, MLA ആയാലും ശരി. സർക്കാർ വാഹനം തടഞ്ഞു നിർത്തി, ആ യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കി, അത് ഓടിച്ചിരുന്ന ഡ്രൈവർ മദ്യപിച്ചിരുന്നില്ലെങ്കിലും അയാളെ പിടിച്ചകത്താക്കി. മേയറുടെ MLAയുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നടന്നു. എന്താണ് ആ ഡ്രൈവർക്ക് ഉള്ള പൗരാവകാശം? എന്താണ് ഡ്രൈവർ ചെയ്ത കുറ്റം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഡ്രൈവറുടെ മൊഴി പകർത്തി സർക്കാരിനുണ്ടായ നഷ്ടം, യാത്രക്കാർക്കുണ്ടായ നഷ്ടം, അതിൻ്റെ കാരണക്കാരെ പ്രതിയാക്കി കേസ് കന്റോൺമെന്റ് പോലീസ് എടുക്കണം.
മേയറുടെ കേസിന് ഒരു ഡിഫൻസ് ഉണ്ടാക്കിയതാണ് എന്ന് പോലീസ് പറഞ്ഞത് ശരിയായില്ല. കാരണം ആ മേയർ അല്ല, അല്ലെങ്കിൽ MLA അല്ല, അവിടുന്ന് വരുന്ന ഒരു ഫാസ്റ്റ് പാസഞ്ചർ റോഡിൽ തടഞ്ഞു നിർത്തി 4-5 പേര് തടഞ്ഞു നിർത്തിയാൽ എന്താ ചെയ്യുക? അവരെ പോലീസ് അറസ്റ്റ് ചെയ്യും, അവർക്കെതിരായിട്ട് കേസ് എടുക്കും. എന്തുകൊണ്ട് ഇവിടെ എടുക്കുന്നില്ല? അതാണ് അതിൻ്റെ നിയമപരമായ പ്രസക്തി. ഏതായാലും പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ യദു നേരെ കോടതി പോയിട്ട് കോടതി തന്നെ ഇവരെ പ്രതിയാക്കി ആ ഒരു കേസ് എടുക്കണം, ഫയൽ ചെയ്യണം. നിയമപരമായ സാധ്യതയുണ്ട്. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്. മേയർ MLA ആണ് തടഞ്ഞെങ്കിലും ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്. കോടതിക്ക് നേരിട്ട് കേസ് എടുക്കാം. പരാതി വാങ്ങിച്ച് കേസെടുക്കട്ടെ. ആ കേസ് 156(3) അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുക്കണ്ട, അവിടെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. 200 CRPC പ്രകാരം കോടതിക്ക് തന്നെ കോഗ്നിസൻസ് എടുക്കാം. അതാണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇവിടെ മേയറെയും MLA സംരക്ഷിക്കുന്ന നിലപാട് കന്റോൺമെന്റ് പോലീസ് എടുത്തത് ശരിയല്ല. അടുത്ത കേസോടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ കേസ് എടുക്കുക, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കോടതിയിൽ 200 CRPC പ്രകാരം കേസ് മുന്നോട്ട് പോകാൻ യദുവിനെ ആ KSRTCയിലെ ഉള്ള ഡ്രൈവർമാരെ സഹായിക്കട്ടെ, അല്ലെങ്കിൽ മന്ത്രി സഹായിക്കട്ടെ.